Hi, Namaste. Welcome back. Yes, welcome back to my channel, Minchena. ഗോൾഡിൻ്റെ സ്കാൽപ്പിങ്ങിലൂടെ കിട്ടിയ ട്രേഡാണ്. അതായത് 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡ് 5 മിനിറ്റ്സിൽ എത്രത്തോളം റിസ്ക്കിയാണ്, അതിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ആക്യുറേറ്റ് എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ ഫേക്ക് അപ്പ് ഡൗൺസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള നമ്മുടെ വിൻട്രേഡിൻ്റെ ലേറ്റസ്റ്റ് സെഷനിലൂടെ കാണുകയാണ്. ഫോറക്സിൻ്റെ ഗോൾഡാണ്. ഇപ്പോൾ ഫോറക്സിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡാണ്. നമ്മൾ 30 മിനിറ്റ്സ് പ്രകാരം നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. 30 മിനിറ്റ്സിൻ്റെ ട്രേഡ് പ്രകാരം അതായത് ഗോൾഡിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ടൈം ഫ്രെയിം വെക്കാൻ പറ്റുന്ന 30 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് ചെറിയ ട്രേഡ്, അതായത് പെട്ടെന്ന് ഫേക്ക് ആയിട്ട് നമുക്ക് റിവേഴ്സിൽ ഒരുപാട് വരാൻ സാധ്യതയുള്ള ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ 30 മിനിറ്റ്സ് പകരം നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ ആണ്. മാർക്കറ്റ് ധൈര്യമായിട്ട് 5:30 കഴിഞ്ഞ ശേഷം വന്ന ബൈസിക്കിൽ നിന്ന് 4348 ട്രേഡ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോഴും നമുക്ക് ട്രേഡ് ഹോൾഡിംഗ് ആണ്. 38 പോയിന്റ്സ് അപ് ട്രെൻഡിലാണ്. ഇപ്പോഴും മാർക്കറ്റ് ബൈ സൈഡ് തന്നെയാണ്. ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. സൈഡ് വേസ് ഇൻഡിക്കേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ അതിനിടയ്ക്കും നമുക്ക് 5 മിനിറ്റ്സിൽ ഒരുപാട് ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് ആ മോർണിംഗിൽ നമുക്ക് നേരത്തെ തന്ന അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മോർണിംഗിൽ കയറി 2-3 പ്രാവശ്യം മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് അടിച്ച് കയറി. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് 1:30 കഴിഞ്ഞ ശേഷം വന്ന ഇൻഡിക്കേഷൻ ഇന്ന് 4382 എന്ന് നമ്മൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞ് 95 വരെ പോയിട്ടുണ്ട്. 9597 വരെ മാർക്കറ്റ് കയറിയിട്ടാണ് ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാം നമുക്ക് ഫസ്റ്റ് ട്രേഡ് മിസ്സാക്കുക, അടുത്ത ട്രേഡ് നമുക്ക് അതായത് സ്കാൽപ്പിങ്ങിലൂടെ പെട്ടെന്ന് നമുക്ക് എൻട്രി കിട്ടും. പക്ഷേ നമുക്ക് എങ്ങനെ ഇതിനകത്ത് റിവേഴ്സിൽ കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് സെഷനിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് ആയ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് ഈ സൈഡ് വേസ് ഇൻഡിക്കേഷൻ കളർ ചേഞ്ച് ആയിട്ട് ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ഹോളോ ക്യാൻസൽ ഇങ്ങനെ വ്യത്യസ്ത കളറായിട്ട് കാണിക്കും. നമുക്ക് അവിടെ സൈഡ് വേസ് ആണ്. അതേപോലെ ഗ്രീൻ കളർ അപ്പോൾ ഒരു ബൈ ഇൻഡിക്കേഷൻ റെഡ് സെല്ലും ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബൈ വരുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ആരോ, അതായത് ക്യാൻഡിൽ കളർ ഗ്രീനും താഴത്തെ കൺഫർമേഷൻ ഗ്രീൻ വേണം. റെഡും അതേ സമയത്ത് റെഡും ഇതേപോലെ സെയിം കൺഫർമേഷൻ ലെവൽസ് മാച്ച് ആയാലും നമ്മൾ ട്രേഡ് എടുക്കാവും. അപ്പോൾ ഇതിൽ നേരത്തെ തന്ന, അതായത് നമുക്ക് തലേദിവസം ഇന്നത്തെ ഗോൾഡ് ഓപ്പൺ ആയ സമയത്ത് നമുക്ക് നേരത്തെ തന്ന ബൈൻ്റെ ഇൻഡിക്കേഷൻ, മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് നേരത്തെ തന്ന ബൈൻ്റെ ഇൻഡിക്കേഷനായിട്ട് കൺഫേം ഇന്ന് നമുക്ക് ആക്ച്വലി ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ആയപ്പോൾ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കൺഫേം ആയി കയറുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഈ തേർഡ് ക്യാൻഡിൽ നമുക്ക് അവിടെ കൺഫേം ബ്രേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് 4335 മാർക്കറ്റ് കയറിയത് ഒറ്റ ഹൈക്കിൽ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 56 വരെ പോയി തിരിച്ച് മാർക്കറ്റ് കുറച്ച് ഇറങ്ങി. രണ്ടാമത്തെ ബ്രേക്കിലാണ് റെസിസ്റ്റൻസ് അവിടെ 52 കട്ട് ചെയ്ത് അവിടുന്ന് പിന്നെ കയറിയത്. അപ്പോൾ ആദ്യത്തെ ബ്രേക്ക് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടെ ഓറഞ്ച് കളർ വരുമ്പോൾ വേണേൽ എക്സിറ്റ് ചെയ്യാം. അവിടുന്ന് മാർക്കറ്റ് രണ്ടാമത് പിന്നെ ബ്രേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് പിന്നെയും കട്ട് ചെയ്തു. പക്ഷേ താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് ഇതൊക്കെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതിൽ നെക്സ്റ്റ് ബ്രേക്ക്, ആദ്യത്തെ ട്രേഡ് മിസ്സാർക്ക് അടുത്ത ബ്രേക്കിൽ നമുക്ക് ആ ട്രേഡ് തന്നിട്ടുണ്ട്. അവിടുന്ന് 52 മാർക്കറ്റ് കയറി അവിടുന്ന് പിന്നെ ഒരു നല്ലൊരു ഹൈക്കായിരുന്നു, സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അവിടുന്ന് 78 വരെ പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ബ്രേക്ക് ഇപ്പോൾ 1:30 ശേഷം വന്ന ബ്രേക്കാണ് നമ്മൾ ഈ 582 വന്നത്. അവിടുന്ന് 97 വരെയൊക്കെ പോയിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് ഇപ്പം കുറച്ച് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ചെറുതായിട്ട് ഇറങ്ങി. പക്ഷെ സെല്ല് തന്നിട്ടില്ല. ഇവിടുന്ന് ഒരു റിട്രേസ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു സെല്ല്, അതായത് തിരിച്ച് കയറുന്ന അവിടെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേഡ് നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്ത് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആ ട്രെൻഡ് ലൈനും നമുക്ക് റെഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആ ചെറിയ റിട്ടേൺ, അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അവിടെ ചെറിയ റിട്ടേൺ എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല. സെക്കൻഡ് ടാർഗറ്റിന് മുമ്പ് മാർക്കറ്റ് അവിടുന്ന് ചെറുതായിട്ട് റിവേഴ്സ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്ത ഒരു ബ്രേക്ക് പിന്നെ തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ അടുത്ത റീഎൻട്രി ലെവലിൽ തരാം. അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. 30 മിനിറ്റ്സ് വരെ അവിടെ നമുക്ക് ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് നമുക്ക് ഇപ്പോഴും ആ ട്രേഡ് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സൈഡ് വേസ് തന്നിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. അവിടുന്ന് പിന്നെയും റീഎൻട്രി ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയും മാർക്കറ്റ് തിരിച്ച് കയറാൻ സാധ്യതയാണ്. അത് നെക്സ്റ്റ് എൻട്രി നമുക്ക് തന്നിരിക്കുകയാണ് റീഎൻട്രി ലെവൽ. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്കറ്റ് റിവേഴ്സ് പോകുന്നു. ഇപ്പോൾ ബൈ ഇൻഡിക്കേഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ റിവേഴ്സ് പോവുകയാണെങ്കിൽ അവിടുന്ന് എക്സ്ട്രാ കളർ കാണിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ റിവേഴ്സിൽ നമുക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവ് പെർഫോമൻസിലൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള. അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.